സുനിത ദേവദാസ്. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ പോരെ. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനേക്കാൾ മനോഹരമല്ലേ മൗനം. പുള്ളിക്കാരത്തെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റിന് കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്. അതിൽ ദേവദാസി എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് ഇവർ എഴുതി കാണിച്ചിരിക്കുന്നത്, അതായത് ഇവർ ഇരിക്കുന്നതിന് തൊട്ട് പുറകെ തന്നെ ഒരു പ്രൊജക്ടർ ഓർ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ദേവദാസി ഹൈഫൺ അർത്ഥമായിട്ട് എഴുതിയിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു മലയാളം വാക്കാണ്. മോശം വാക്കെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എനിക്കതിപ്പോൾ പറയാൻ സാധിക്കില്ല. അവരത് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. ശരിക്കും ദേവദാസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ദാസി. പക്ഷേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ, അതും ഉൾഗ്രാമങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിലെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ ദേവദാസി എന്നൊരു സംസ്കാരമുണ്ടായിരുന്നു. അതായത് കുടുംബത്തിലെ മുതിർന്ന പെൺകുട്ടികളെ ദേവദാസികളാക്കും, ദൈവത്തിൻ്റെ ദാസികളാക്കി വളർത്തും. ചെറുപ്പം മുതലേ നൃത്തമൊക്കെ അഭ്യസിപ്പിക്കും. പക്ഷേ കാലക്രമേണ ഈ പെൺകുട്ടികളെ ആ നാട്ടിലെ പുരുഷന്മാർ ചൂഷണം ചെയ്യാൻ തുടങ്ങി ശാരീരികമായിട്ട്. അതിനെയാണ് ഇവർ ദേവദാസി എന്ന വാക്കിന് ആ മോശം വാക്കായിട്ട് ഉപമിച്ചത്. ഉപമ മാത്രമാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എക്സാക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസി എന്നാണ്. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ആ പെൺകുട്ടികളെ ആ പുരുഷന്മാർ ചൂഷണം ചെയ്തതുകൊണ്ട് ദേവദാസികളായി. ശാരീരികമായിട്ട് പുരുഷന്മാർ ചൂഷണം ചെയ്യുന്ന പെൺകുട്ടികളെ, ഇരകളെ ആരെങ്കിലും ആ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുമോ? അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പീഡനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിക്ടിമിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇര എന്നാ വിളിക്കുന്നത്. അല്ലാതെ ആ വാക്ക് ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ അതുപോലുള്ള ചൂഷണങ്ങൾ തന്നെയാണ് ദേവദാസി പെൺകുട്ടികളും നേരിട്ട് കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ആ ഒരു വാക്കിന്, ദേവദാസിക്ക് ഇവർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം ഇഷ്ടത്തോടു കൂടി ആ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. രാത്രി കാലങ്ങളിൽ എറണാകുളം സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ പറയുന്ന ആ ഒരു വാക്ക് വെച്ച് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ വിളിക്കുന്നത് തെറ്റാണ്. പക്ഷെ ആ ഒരു പദം ഇങ്ങനൊരു പദത്തിന് അർത്ഥമായി കൊണ്ട് വെക്കണമെങ്കിലും ആ ഒരു വാക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇവർ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലുള്ള യൂട്യൂബ് പോലുള്ള ഒരു മീഡിയയിൽ വന്നിരുന്ന് ഉറക്കെ പറയണമെങ്കിലും സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് സീക്രട്ട് ഏജന്റിനെ നേരിട്ട് അറിയില്ല, ഈ സുനിത ദേവദാസിനെയും അറിയില്ല. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഇവരുടെ വീഡിയോ സ്ഥിരമായി കാണില്ല, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നല്ല കോണ്ടന്റ് ആണെങ്കിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നലെ ഇവരിട്ട ആ ഒരു വീഡിയോ, സീക്രട്ട് ഏജന്റിന് എതിരെ ഇട്ടൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിൽ പോലും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് അഖിൽ NRDയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്കുള്ളിൽ അദ്ദേഹം പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അഖിൽ ഒരു ഫ്രണ്ടാണ്. അഖിലിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനോട് ഞാൻ ചോദിച്ചു വീഡിയോ ചെയ്തോട്ടെ, വിച്ച് മീൻസ് അവിടെ ഒരു കോൺസെൻറ്റ് കിട്ടി. ആ കോൺസെൻറ്റോട് കൂടിയാണ് സീക്രട്ട് ഏജന്റ് ആ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ എവിടെയും മറ്റാരെയും കുറിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നു. അഖിൽ NRDക്ക് സംഭവിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടമില്ലാതിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു എന്തിനാ എന്ന് പറഞ്ഞ് ഇൻഡയറക്ട്ലി ആ ഒരു സബ്ജക്റ്റിനെ കോണ്ടന്റ് ആക്കിയ പുരോഗമനവാദികൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പുരോഗമനവാദികളിൽ ഒരാളായിരുന്നു ഈ സുനിത ദേവദാസ് എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരത്തി ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, സീക്രട്ട് ഏജന്റിന് വന്ന ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടു. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇട്ട വീഡിയോയിൽ സീക്രട്ട് ഏജന്റിനെ അഭിസംബോധന ചെയ്ത് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അൺപാർലമെന്ററി വേർഡ്സ് ആണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തപ്പോൾ പോലും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മോശം വാക്കുകൊണ്ടാണ്. മിക്കവാറും അവർ പറയുമായിരിക്കും, ഇതൊക്കെയാണോ ഒരു മോശം വാക്ക് എന്ന്. ഇതൊരു മോശം വാക്ക് തന്നെയാണ്. കാരണം നിങ്ങളെ നേരിട്ടോ അല്ലാതെയോ അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വ്യക്തിഹത്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകളോ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ, സീക്രട്ട് ഏജന്റിനെ അഭിസംബോധന ചെയ്ത വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെങ്കിലും ന്യായീകരിക്കാം. പക്ഷേ ഇതുപോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു പുരുഷന് നേരെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനൊരു മിതത്വം ഇടേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് നിങ്ങളുടെ മര്യാദ തന്നെയായിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി തെറ്റ് ചെയ്തു, നമ്മൾ പോയി ആ കുട്ടിയെ തെറ്റ് തിരുത്താൻ കുറേ മോശം വേർഡ്സ് യൂസ് ചെയ്ത് പൂരത്തേറി പറഞ്ഞ് ആ കുഞ്ഞിനെ തെറ്റ് തിരുത്താൻ സാധിക്കുമോ? ആ തെറ്റ് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. മോശം വാക്കുകൾ യൂസ് ചെയ്ത് തെറ്റ് തിരുത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന പോലെ സുനിത ദേവദാസിനെയും എനിക്കറിയില്ല, സീക്രട്ട് ഏജന്റിനെയും എനിക്കറിയില്ല. പക്ഷേ ഒരു പുരുഷനെതിരെ സംസാരിക്കുമ്പോൾ,
ഒരു സ്ത്രീ പുരുഷനെ അങ്ങനെ വിളിക്കാൻ പാടില്ലേ? വിളിക്കാമായിരിക്കും. നിങ്ങൾക്ക് നേരെ അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ രോഷത്തിൽ നിന്ന്, ഫ്രസ്ട്രേഷനിൽ നിന്ന് നിങ്ങൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതിരിക്കെ ഒരാൾക്ക് നേരെ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ രക്തരക്ഷസ് അങ്ങനെയൊന്നുമല്ല, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായമാണത്. കൂട്ടുകാരനെ വിളിച്ച് ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ സീക്രട്ട് പുള്ളി എടുത്തിട്ട് വീഡിയോ കോണ്ടന്റ് ആക്കുന്നു, അങ്ങനെ കൂട്ടുകാരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷസാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നതിന് നമുക്കൊന്നും തിരിച്ച് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്ത കുറച്ച് വാക്കുകളുണ്ട്, 2 അക്ഷരമുള്ള വാക്കുകളുണ്ട്. നിങ്ങൾ ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ പോലും ആ വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ തറ ഭാഷയിൽ തെറ്റുതിരുത്താൻ ചെല്ലാതെ മാന്യമായിട്ട് പറഞ്ഞുകൊണ്ട് തെറ്റുതിരുത്തുക എന്നുള്ളത് നിങ്ങൾ പാലിക്കേണ്ട ഒരു മര്യാദയായിരുന്നു. മിതത്വം ഉണ്ടാകേണ്ടത് തെറ്റുതിരുത്താൻ പോകുന്ന ആളുകൾക്കാണ്. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ആ ക്രോസ് അവിടെ, ആ ഒരു ലിമിറ്റ്, ഡെഡ് ലൈൻ അവിടെ വിട്ടു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു വാക്കിൻ്റെ അർത്ഥത്തെ മലയാള ഭാഷയെ ക്രോഡീകരിക്കുക, അത് തെറ്റായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ്. പിന്നെ ഈ പുരോഗമനവാദികളെ കൊണ്ട് സത്യം പറഞ്ഞാൽ തോറ്റു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അഖിൽ NRDയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചത് കൊണ്ട് ഇതിനെതിർത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്നതല്ല. ഇവർ ചെയ്യുന്നതും ഇൻഡയറക്ട്ലി അത് കോണ്ടന്റ് ആക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഇവർ പറയുന്നത് എന്തിനാണ് മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിൽ പോയി നിങ്ങൾ ഇടപെടുന്നത്, അത് മോശമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളും സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആദ്യം പോയി നാട്ടുകാരുടെ വായടപ്പിക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളിലൂടെയാണ് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. അതിലും വലിയ സ്ട്രോങ് ആയിട്ട് വാർത്തകൾ പടർത്തുന്നത് ചുറ്റുവട്ടത്തുള്ള, അയൽവക്കത്തുള്ള, അല്ലെങ്കിൽ അവരെ അറിയുന്ന ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടുന്ന CCTV ഫൂട്ടേജ് പുറത്തിറക്കിയത് ആരാ? ഒന്നുകിൽ അഖിൽ NRDയുടെ ഫാമിലി, അല്ല എങ്കിൽ തൊട്ടടുത്തുള്ള അയൽവക്കത്തെ ഏതെങ്കിലും വീട്ടുകാർ. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് അയൽവക്കത്തെ വീട്ടുകാരാണെന്ന്. സ്വന്തം വീട്ടുകാർ തന്നെയായിരിക്കാം. അപ്പോൾ അയൽവക്കത്തെ വീട്ടുകാരാണെങ്കിൽ പോലും എന്തുകൊണ്ട് അഖിൽ NRD ഒന്നും അത് ബ്ലോക്ക് ചെയ്തില്ല? അതായത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച ആളുകളുടെ വായ മൂടിക്കെട്ടാൻ വരുന്നതിന് മുന്നേ ആ CCTV ഫുട്ടേജ് പുറത്ത് വിട്ട വീട്ടുകാരുടെ വീട്ടിൽ പോയി അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അവരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ടതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എടുത്തു പറയാതെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഡയറക്ട്ലി പറയുമ്പോൾ നിങ്ങളും അതിൽ വെച്ച് തന്നെ കോണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് സംസാരിച്ച റിയാക്ഷൻ വീഡിയോ ഇട്ട ആളുകളെല്ലാം ഡയറക്ട്ലി അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഞാനൊക്കെ ചെയ്തത് ഇൻഡയറക്ട്ലി അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരു വീഡിയോ ഇട്ടത്. കാരണം നമ്മുടെ നാട്ടു നടപ്പ് അങ്ങനെയാണ്. ഒരു ഭർത്താവ്, ഒരു ഭാര്യ ഒളിച്ചോടി പോയാലോ, ഒരു ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോയാലോ, ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. ഉദാഹരണത്തിന് അഖിൽ NRDയെ കുറിച്ച് ഒരുപാട് ഓൺലൈൻ മീഡിയ കുറേ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ബോർഡർ ലൈൻ ഡിസോർഡർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ. ഇതിൻ്റെ ഒന്നും റിയാലിറ്റി ആർക്കും അറിയത്തില്ല. ഒളിച്ചോടിപ്പോയ പെൺകുട്ടി അവളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി അതിലും വലിയ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് തലയിൽ വെക്കാനേ നോക്കത്തുള്ളൂ. അത് പിന്നീട് യാഥാർത്ഥ്യമാക്കി നിരപരാധികളുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അവൾ പോയി, അവൾക്ക് മറ്റൊരു ജീവിതം കിട്ടി. ഈ പുരുഷന് ഒരു ജീവിതം അത്യാവശ്യമാണ്. അഖിൽ NRD എന്ന് പറയുന്ന ആൾക്ക് ഒരു ജീവിതം അത്യാവശ്യമാണ്. കുറച്ചു പേരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അഖിൽ NRD എന്തോ മെൻ്റൽ ഇഷ്യൂ ഉള്ള ആളെന്നോ, ഈ പറയുന്ന പോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളെന്നോ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെന്നോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളെന്നോ ഒക്കെ മുദ്ര കുത്തി പോകും. അങ്ങനെയുള്ള നാടാണിത്. ഈ നാടിലെ നാട്ടു നടപ്പ് അതാണ്. അപ്പോൾ ഞാനൊക്കെ സംസാരിച്ചതിന് പിന്നിൽ കുറച്ചെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം അവനൊരു പാവമാണ്. കാരണം ഒരു പെണ്ണ് ഓടിപ്പോയി കഴിഞ്ഞാൽ അവന് തടിയില്ലേ, അവനെന്താ പുരുഷനല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംസാര രീതികൾ അവനെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് ഇരട്ടി പെയിൻ അവനെ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആളുകൾ മോശം പറയുമ്പോൾ, ലോകം അവനെ മോശം പറയുമ്പോൾ അവന് തോന്നും. ഇത്രയും ആളുകൾ ഈ വ്യക്തിയെ ചേർത്ത് നിർത്തുക തന്നെയാണ് ചെയ്തിരുന്നത്. സുനിത ദേവദാസിനെ പോലെ കുറേ പുരോഗമനവാദികൾ വന്നിരുന്ന ഈ ചെയ്യുന്നത് തെറ്റാണ്, അഖിൽ NRDക്ക് ഉണ്ടായ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചത് എന്താണ്? നിങ്ങൾ എന്തിനാണ് ആ പേര് പറഞ്ഞത്? അഖിൽ എന്നുള്ള പേര് പറഞ്ഞ എന്തിനാണ്? നിങ്ങൾ ആ പേര് പറയുന്നത് വഴി ആ ഒരു കോണ്ടന്റ് ഇൻഡയറക്ട്ലി നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളെ അങ്ങ് ഭയങ്കര ശുദ്ധീകരിച്ച് സെയിൻ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചു. നമ്മൾ പച്ചയായിട്ട് സംസാരിച്ചത് കൊണ്ട് ആ ബുദ്ധി ഞങ്ങൾക്ക് പോയില്ല. ഞങ്ങളത് പച്ചയ്ക്ക് തന്നെ പറഞ്ഞു.
നിങ്ങളത് ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ഒരു 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 സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഈ ഒരൊറ്റ കാര്യത്തിലുള്ളൂ. കാരണം നിങ്ങളും അതേ കോണ്ടന്റ് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ആശ്വസിപ്പിക്കാൻ ചെന്നു, റിയലായിട്ട് ആശ്വസിപ്പിച്ചവർ കുറ്റക്കാരുമായി, ഇരുട്ടത്ത് പോയി പിന്നിൽ നിന്നും ബാക്ക് സ്റ്റാബ് ചെയ്ത ആളുകൾ നല്ല വ്യക്തികളുമാക്കി കാണിച്ചുകൊണ്ട് കുറേ പുരോഗമനവാദികൾ, വേറെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ദീപാറാണി എന്നൊരു ട്രാൻസ്ജെൻഡർ, എനിക്ക് അവരെ ബേസിക്കലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതുപോലെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അവരുടെ നിലപാടുകളും അവരുടെ കുറേ കോണ്ടന്റുകളെ കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഈ പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവർ കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. അതായത് ആ പെൺകുട്ടി മെർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന അഖിലിനെ, അതല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്ന ഫോർച്യൂണർ കാറുള്ള AC റൂമിൽ ഇരുന്ന ആ ഒരു പെൺകുട്ടി അതൊക്കെ കളഞ്ഞിട്ട് സാധാരണ ഒരു ബസ് കണ്ടക്ടറിൻ്റെ കൂടെ പോകണമെങ്കിൽ ആ വീട്ടിൽ അവൾ അനുഭവിച്ചത് എന്തായിരുന്നു എന്ന്, അത്രയ്ക്ക് അപകടകരമായിട്ടുള്ളൊരു കുടുംബ ദാമ്പത്യമായിരുന്നു കാണുമല്ലോ. അങ്ങനെ അപകടകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഡിസോർഡർ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആദ്യം നിയമപരമായിട്ട് പോയിരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ 6 മാസം 3 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ ചാടി പോവുകയല്ല ചെയ്യേണ്ടത്, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാം അല്ലേ, അവളുടെ ഇഷ്ടപ്രകാരം. ഇതൊന്നും ചെയ്യാതെ മറ്റൊരു ബന്ധം തിരഞ്ഞെടുത്തുകൊണ്ട് അത് സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു നടപടി കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലുള്ള കുറേ ആളുകൾ, അതാണ് പറയുന്നത്. ഒരു പ്രശ്നമുണ്ടായി 2 വിഭാഗമുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ 2 വിഭാഗത്തിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഖം മൂടിയിട്ട ആളുകളാണ്. ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യും. അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നിരപരാധികളെ ക്രൂശിച്ചിട്ട് ഇവർ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യും. മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ ഒരു സത്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവർ വന്ന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് വലിയ ആളാവാൻ നോക്കും. മനസ്സിലായില്ലേ? അവർക്ക് എങ്ങനെയെങ്കിലും ഫേമസ് ആവണം, അല്ലെങ്കിൽ അവർ പാവമാണ്, ശുദ്ധരാണ്, അല്ലെങ്കിൽ ഇവർ യുണീക്കായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യമൊക്കെ സാധിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ മലയാളം വാക്കുകളുടെ അർത്ഥമെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വീണ്ടും ഞാൻ സുനിത എന്ന് പറയുന്ന ചേച്ചിയോട് പറയുകയാണ്, ദേവദാസി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാസി എന്നുള്ളതാണ്. ചില സംസ്ഥാനങ്ങളിൽ, വളരെ കുറച്ച് ചില സംസ്ഥാനങ്ങളിൽ അതൊരു ആചാരമായിട്ടും ഒരു കൾച്ചറായിട്ടുമൊക്കെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടും അവർ ഈ ദേവദാസി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിലെ മുതിർന്ന പെൺകുട്ടികളെ നൃത്തമൊക്കെ അഭ്യസിപ്പിച്ച് ദൈവത്തിൻ്റെ ദാസിയായിട്ട് അമ്പലങ്ങളിൽ, അപ്പോൾ ആ രീതിയിലുള്ള പെൺകുട്ടികളെ പുരുഷന്മാർ ഒരുപാട് ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു. അത് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോയപ്പോഴാണ് നിയമം ഇടപെട്ടതും അതവിടെ സ്റ്റോപ്പ് ചെയ്തതും. പക്ഷെ നിങ്ങൾ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കാണോ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളെ വിളിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണോ വിളിക്കുന്നത്? അപ്പം ഒരു കാര്യം അറിവില്ലെങ്കിൽ മിണ്ടാണ്ടങ്ങിരിക്കുക. കാരണം മൗനമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം.